കടന്നുകൊണ്ട് ഏതൊരു റബ്ബിന്റെ അർശിന്റെ സവിധത്തിലേക്കാണോ എന്റെ വിളി കടന്നു ചെല്ലുന്നത്, ആ അള്ളയാണ് മക്കളെ, ആ അള്ളയാണ് ജ്യേഷ്ഠന്മാരെ, ആ അള്ളയാണ് പാപ്പമാരെ പറയുന്നത് ഫഇന്നീ ഖരീബ്, ഞാൻ വളരെയധികം അടുത്തവനാ. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനുഷ്യന്റെ നെടുവീർപ്പുകളും വിശ്വാസങ്ങളും അറിയുന്ന അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഞാനെന്ന് പറയുന്നത് പടച്ചവനാണ്. ലോകങ്ങളെ ലോകങ്ങളെ പടച്ച തമ്പുരാനാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അള്ളാന്റെ സ്നേഹാർദ്രമായ ചോദ്യം, അവന്റെ വാത്സല്യത്തിൽ അധിഷ്ഠിതമായ ചോദ്യം, ഖുർആൻ ഓതുന്ന അടിമയുടെ കണ്ണുകൾ നിറയ്ക്കുന്ന ചോദ്യം. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അള്ളാന്റെ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്ന സമയത്ത്, അവന്റെ വചനങ്ങൾ ഉരുവിടപ്പെടുന്ന സമയത്ത് ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഈമാൻ കൊണ്ട് മുഖരിതമാകണം മുസ്ലിമേ. അള്ളാന്റെ കിതാബിൽ നിന്ന് വചനങ്ങൾ ഉരുവിടപ്പെടുമ്പോ കണ്ണെന്താണ് നിറയാത്തത്, ഹൃദയമെന്താണ് പിടക്കാത്തത്? ആ റബ്ബിന്റെ സ്നേഹാർദ്രമായ ചോദ്യത്തിന് മുന്നിൽ എന്തുകൊണ്ടാണ് നാം വികാരഭരിതരാകാത്തത്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, പടച്ചവൻ പോരെ അവന്റെ അടിമയ്ക്ക്, അല്ലാഹു പോരെ അവന്റെ അടിമയ്ക്ക്. എന്തൊരു സുന്ദരമായ ചോദ്യമാ, എന്തൊരനുപമമായ ചോദ്യമാ, എന്തൊരതുല്യമായ ചോദ്യമാ. ശ്രീരാമനോട് പ്രാർത്ഥിക്കുന്ന, ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുന്ന, യേശുവിന്റെ മുന്നിൽ കൈകൂപ്പുന്ന, മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ വിളിക്കുന്ന, ബദരീങ്ങളെ വിളിക്കുന്ന, ഉഹ്ദീങ്ങളെ വിളിക്കുന്ന സകല മനുഷ്യ ചരാചരങ്ങളോടും അല്ലാഹ് ചോദിക്കുകയാ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. അല്ലാഹ് പോരെ അവന്റെ അടിമയ്ക്ക്. എന്റെ സംസാരം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാരുടെയും വിശ്വാസത്തെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതല്ല, ആരുടെയെങ്കിലും മനസ്സിനെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല. വല്ലാഹി വല്ലാഹി വല്ലാഹ്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണ് നിറയ്ക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് ഇത് മുജാഹിദുകളുടെ കടമയാണ്, ഇത് കേരള നദവത്തുൽ മുജാഹിദീനിന്റെ കടമയാണ്, പടച്ചവൻ ഏൽപ്പിച്ച കടമയാ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ എന്ന പടച്ചവന്റെ ചോദ്യത്തെ പുറം കാലുകൊണ്ട് തട്ടി ഉള്ളാളത്തെ ദർഗയിലേക്ക് ട്രെയിനിൽ കയറി പോകുന്ന പാവപ്പെട്ട പൊന്നനുജ, പൊന്നുചേഷ്ട, ഒരു വട്ടം നിന്റെ ഹൃദയം കൊണ്ടൊന്ന് ആലോചിച്ചുകൂടെ? നിന്റെ ബുദ്ധി കൊണ്ടൊന്ന് ആലോചിച്ചുകൂടെ? നിന്റെ ദിശനാശേഷി കൊണ്ടൊന്ന് ആലോചിച്ചുകൂടെ? അള്ളാന്റെ ഈ വചനത്തെ പുറം കാലുകൊണ്ട് ചവിട്ടി അജ്മീറിന്റെ ദർഗയിലേക്ക് മക്കളില്ലാത്ത സങ്കടം പറയാൻ പോകുന്ന പൊന്നനുജ, പൊന്നുചേഷ്ട, തിരിഞ്ഞു നടക്കണം, അള്ളാന്റെ മാർഗത്തിലേക്ക് നടക്കണം, അള്ളാന്റെ തൗഹീദിലേക്ക് നടക്കണം, അവന്റെ വചനം നെഞ്ചിലേറ്റാൻ നാം തയ്യാറാകണം. സഹോദരങ്ങളെ, ആ റബ്ബിനോട് ചോദിച്ചോ, ആ പടച്ചവനോട് ചോദിച്ചോ, മറ്റാരോടും ചോദിച്ചാൽ അവർക്ക് കഴിയുകയില്ല തരാൻ. ഇൻതദൂഹും ലാ യസ്മഊ ദുആഅകും വലൗ സമിഊ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നിങ്ങൾ അവരെ വിളിക്കുകയാണെങ്കിൽ ലാ യസ്മഊ ദുആഅകും, നിങ്ങളുടെ വിളി അവരെ കേൾക്കുകയില്ല. വലൗ സമിഊ, ഗണ്ണന മണ്ണന വാദപ്രതിവാദങ്ങളിലൂടെ, വാചാലതയിലൂടെ, വർണ്ണങ്ങളിലൂടെ കേൾക്കുമെന്ന് നിങ്ങൾ സ്ഥാപിച്ചാൽ തന്നെയും മസ്തജാബൂ ലക്കും, ഖിയാമത്ത് നാൾ വരെ ഉത്തരം നൽകാൻ അവർക്ക് സാധ്യമല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, നിങ്ങൾ അവരെ വിളിച്ചതിനെ കുറിച്ച് നാളെ മഹ്ശറയിൽ അവരെ നിഷേധിക്കുകയും ചെയ്യും. പൊന്നനുജ, മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ നീ വിളിക്കുന്നുണ്ടോ? മുഹീദ്ദീൻ ശൈഖിന്റെ മുരീദാണോ നീ? എല്ലാ ദിനരാത്രങ്ങളിലും നിന്റെ നാവുകള് യാ മുഹീദ്ദീൻ ശൈഖേ എന്ന് വിളിക്കുന്നുണ്ടോ? നാളെ അള്ളാന്റെ കോടതിയില്, അള്ളാന്റെ മഹ്ശറയിൽ നിന്റെ വിളിയെ കുറിച്ച് മുഹീദ്ദീൻ ശൈഖ് കൈമലർത്തും.
മുഹീദ്ദീൻ ഷെയ്ഖ് പറയും, ഞാൻ നിന്നെ അറിയില്ലല്ല മോനെ, നിന്നെ ഞാൻ കണ്ടിട്ടില്ല, നിന്റെ ശബ്ദങ്ങളെ ഞാൻ കേട്ടിട്ടില്ലല്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ മഹ്ശറയിൽ വെച്ച് മുഹീദ്ദീൻ ഷെയ്ഖ് നിന്റെ വിളിയെ കുറിച്ച് നിഷേധിച്ചു തള്ളും. ബദരീങ്ങളെ നിഷേധിക്കും, ഉഹുദീങ്ങളെ നിഷേധിക്കും, മമ്പരത്ത് തങ്ങളെ നിഷേധിക്കും, അജ്മീറിലെ ഹോജ നിഷേധിച്ചു തള്ളും. അവിടെ നിന്നെ തുണക്കാൻ കഴിവുള്ള ലോകത്തിലെ ഒരേ ഒരു ശക്തി മാത്രമേയുള്ളൂ, അതല്ലയാണ്, അത് പടച്ചവനാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഇന്നിന്റെ നാളുകളിൽ തന്നെ ആ പടച്ചവരോട് പ്രാർത്ഥിച്ച് ശീലിക്കുക, അവനെ വിളിച്ച് ശീലിക്കുക. മഹാന്മാർക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയാൻ സാധ്യമല്ല. വഇൻദഹു മഫാതിഹുൽ ഗൈബ ലാ യഅലമുഹാ ഇല്ലാ ഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹ്റ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർളി വലാ റത്ബ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളുടെ താക്കോൽ അല്ലാഹുവിന്റെ കയ്യിലാ, ഗൈബിന്റെ താക്കോൽ അല്ലാഹുവിന്റെ കയ്യിലാണ്, അവന്റെ സവിധത്തിലാണ്. ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ ഔ കദ്ദബ ബിആയാതിഹി ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരോടാണ് പറയുന്നത്, ഈ നാടിന്റെ സിരാകേന്ദ്രങ്ങൾ നയിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരോടുള്ള വചനമാ. ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ ഔ കദ്ദബ ബിആയാതിഹി ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. അല്ലാഹുവിന്റെ പേരിൽ കളവ് പറയുന്നവരാരാ? പടച്ചവന്റെ പേരിൽ കളവ് പറയുന്നവരാരാ? പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഒരു പക്ഷെ സത്യം തുറന്നു പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാകുന്ന ആദർശം ഈ നാടിനോട് തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയേക്കാം, മഹല്ലിൽ നിന്ന് ബഹിഷ്കരിച്ചേക്കാം. പക്ഷേ നാളെ അല്ലാഹുവിന്റെ കോടതിയിലോ അവന്റെ കോട്ട് കൂടുന്ന സമയം ഉസ്താദേ നിങ്ങളാണ് ഏറ്റവും വലിയ ആള്, നിങ്ങളാണ് ഏറ്റവും വലിയ സ്ഥാനമാനി. അതുകൊണ്ട് പാവപ്പെട്ട പാമര ജനങ്ങൾക്ക് യഥാർത്ഥ ആദർശം പറഞ്ഞു കൊടുക്കണേ. നിങ്ങളുടെ അറിവുകളും നിങ്ങളുടെ വാചാലതകളും നിങ്ങളുടെ കഴിവുകളും നരകത്തിന്റെ പാതാളത്തിലേക്ക് നടന്നു പോകുന്ന പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സ് മാറ്റാൻ ഉപയോഗിക്കണേ. അള്ളാന്റെ പേരിൽ കളവ് പറഞ്ഞവനല്ലാതെ ആരാണ് ഏറ്റവും വലിയ അക്രമി എന്ന് പടച്ചവൻ ഖുർആനിലൂടെ ചോദിക്കുന്നു. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. ഒരു ഉപദ്രവവും ഉപകാരവും ചെയ്യാത്ത, ഒന്നും കഴിയാത്ത മഹത്തുക്കളോട്, ഒന്നിനും കഴിയാത്ത ബിംബങ്ങളോട് പ്രാർത്ഥിക്കുന്നവര് ന്യായം പറയുന്ന ന്യായമെന്താ? വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ സവിധത്തില് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരാണിവര്, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരാണിവര്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സകല മുസ്ലിമിനോടും എനിക്ക് പറയാനുള്ളത്, അങ്ങനെയൊരു ശുപാർശ ചെയ്യാൻ മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ അവന്റെ കോട്ടിൽ ശുപാർശ ചെയ്യാൻ ആർക്കും തന്നെ സാധ്യമല്ല. ആ പടച്ചവന്റെ കോടതിയിൽ റെക്കമെന്റ് ചെയ്യാൻ ആർക്കും തന്നെ സാധ്യമല്ല. മഹത്തുക്കൾ മറഞ്ഞ കാര്യമറിയില്ല, അദൃശ്യകാര്യമറിയില്ല. മഹത്തുക്കൾക്കതറിയാനുള്ള, മഹാത്മാക്കൾക്ക്, ഔലിയാക്കന്മാർക്ക്, പ്രവാചകന്മാർക്ക് അതറിയാനുള്ള കഴിവ് പടച്ചവൻ കൊടുത്തിട്ടില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചില്ലറക്കാരനാണോ? ചെറിയ മനുഷ്യനാണോ? ലോകത്തിൽ ഖലീൽ എന്ന പദവി നൽകപ്പെട്ട ഒരേ ഒരു മനുഷ്യനല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് സന്തോഷ വാർത്തയുമായി, മക്കളെ കുറിച്ചുള്ള സന്തോഷ വാർത്തയുമായി രണ്ട് മലക്കുകൾ കടന്നു വന്നപ്പോ അത് മലക്കുകളാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായിട്ടില്ല, അദ്ദേഹത്തിന് പടച്ചവൻ നൽകിയിട്ടില്ല. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനില്ലാത്ത കഴിവാ
എന്താണോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഹീദ്ദീൻ ശൈഖിന് നാം കൽപ്പിച്ചു കൊടുക്കുന്നത്, മമ്പറത്ത് തങ്ങൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്നത്, ഉള്ളാളത്ത് തങ്ങൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്നത്, ബദരീങ്ങൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്നത്, ഉഹദീങ്ങൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്നത് ഇല്ല ഇല്ല, സാധ്യമല്ല. അത് അബദ്ധജടിലമായ വിശ്വാസമാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, തൗഹീദിന്റെ വക്താവായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യാക്കൂബിന്റെ 11 പൊൻതാരകങ്ങളില് സൂര്യ തേജസ്വിയായ ഒരു പുത്രനുണ്ടായിരുന്നു, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യാക്കൂബിന്റെ ഹൃദയം കവർന്ന മകനാണ്, സുന്ദരനായ മകനാണ്. ചരിത്രത്തിന്റെ താളുകളിൽ സൗന്ദര്യത്തിന്റെ പ്രതീകമായി പരാമർശിക്കപ്പെടുന്ന രൂപമാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യൂസുഫിന്റെ കളികള്, യൂസുഫിന്റെ കൊഞ്ചലുകള്, യൂസുഫിന്റെ തുള്ളിച്ചാട്ടങ്ങള് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിന്റെ ഗാധതലങ്ങളില് വല്ലാതെ സ്വാധീനിക്കുകയുണ്ടായി. മതിമറന്ന് സ്നേഹിച്ചു യാക്കൂബ് നബി യൂസുഫ് നബിയെ. വല്ലാത്ത സ്നേഹമായിരുന്നു ആ പിതാവിന് ആ മകനോട്. ഒരു ദിവസം യാക്കൂബിന്റെ 10 മക്കളും കൂടി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുപോയി കൊട്ടക്കിണറ്റിലിട്ടു. കൊട്ടക്കിണറ്റിലിട്ടുകൊണ്ട് തിരിച്ചു വന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാ, ബാപ്പാ നിങ്ങളുടെ മകനെ ചെന്നായ പിടിച്ചു. ഒരാടിനെ അറുത്തുകൊണ്ട് യൂസുഫിന്റെ വസ്ത്രത്തിൽ രക്തം പുരട്ടിക്കൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുകൊടുത്തു പറഞ്ഞു, ബാപ്പാ നിങ്ങളുടെ മകനെ ചെന്നായ പിടിച്ചു. ബാപ്പാ തിരിച്ചറിയാൻ യാക്കൂബ് നബിക്ക് സാധിച്ചോ തന്റെ മകൻ കൊട്ടക്കിണറ്റിന്റെ അഗാധതലങ്ങളിൽ കിടക്കുന്നുണ്ടെന്നുള്ള സത്യം തിരിച്ചറിയാൻ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സാധിച്ചില്ല. അദൃശ്യകാര്യങ്ങൾ അറിയാൻ മഹാന്മാർക്ക് സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു കഴിവ് പടച്ച തമ്പുരാൻ അവർക്ക് കൊടുത്തിട്ടില്ല. അപ്പോഴാണ് ഈജിപ്തിലെ ഒരു സഞ്ചാരക്കൂട്ടമതിലേ വന്നത്, കച്ചവട സംഘമതിലേ വന്നു. സുന്ദരനായ യൂസുഫിനെ കൊട്ടക്കിണറ്റിൽ കണ്ടപ്പോ അവര് മുകളിലേക്ക് വലിച്ചുയർത്തി. ഈജിപ്തിലെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി, ഈജിപ്തിലെ മനുഷ്യച്ചങ്ങയിൽ കൊണ്ടുപോയി കൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കച്ചവടം ചെയ്യുകയാ. വശറൗഹു ബിസമനിൻ ബഖ്സിൻ ദറാഹിമ മഅദൂദ വകാനൂ ഫീഹി മിനസ്സാഹിദീൻ. യാക്കൂബിന്റെ പൊന്നോമന പുത്രനായ, യാക്കൂബിന്റെ കരളിന്റെ കൃഷ്ണമായ, യാക്കൂബിന്റെ ഹൃദയത്തിന്റെ താളമായ യൂസുഫ് നബി